Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ എക്സാം ആണ് ഇന്ന് ഫിനിഷ് ചെയ്ത റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാം റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഞാൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ടാക്സിന്റെ ആ ഒരു വിഷമം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായി മാറി റിസർച്ച് മെത്തഡോളജി. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാതും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി എസ്സേയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച സെയിം ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് ആദ്യത്തെ തേർഡ് സെമസ്റ്റർ M.Com CBCSS റിസർച്ച് മെത്തഡോളജി നവംബർ 2023 ഫസ്റ്റ് പാർട്ടിൽ 7 ചോദ്യങ്ങളിലായിട്ട് ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ഞാൻ നോക്കാൻ പറഞ്ഞ ബേസിക് ചോദ്യത്തിൽ ആദ്യത്തെ ഒരെണ്ണം, ദെൻ വാട്ട് യു മീൻ ബൈ സാമ്പിൾ ഡിസൈൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുള്ള അല്ലേ. വാട്ട് പോയിന്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ എ റിസർച്ചർ ഇൻ ഡെവലപ്പിംഗ് സാമ്പിൾ ഡിസൈൻ ഫോർ റിസർച്ച്. സോ ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും സാമ്പിൾ ഡിസൈൻ, റിസർച്ച് ഡിസൈൻ ഒക്കെ നോക്കാൻ പറഞ്ഞാണ്. ദ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സിമെന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ, ലിക്കഡ് സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. ഞാൻ ലിക്കഡ് സ്കെയിലും ഈ കാര്യങ്ങളൊക്കെ എന്തായാലും എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യമാണ്, നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റ് ആൻഡ് സർവേ നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഈസ് ദി നീഡ് ഫോർ റിവ്യൂവിങ് ലിറ്ററേച്ചർ ഫോർ റിസർച്ച്. ഇന്നലെ എന്തായാലും നോക്കാൻ പറഞ്ഞാണ്, അതും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈപ്പോത്തസിസ്, നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. ദെൻ സാമ്പിളിംഗ്, പ്രതീക്ഷിച്ച ചോദ്യം. ക്ലസ്റ്റർ സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ പാർട്ട് എയിൽ വന്നുള്ള ചോദ്യങ്ങളെ മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഹാപ്പിയാണ് കുട്ടികൾ. ഇനി നെക്സ്റ്റ് പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് യു മീൻ ബൈ മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഡാറ്റ അനാലിസിസിൽ മൾട്ടിവേരിയേറ്റോ അങ്ങനെ കുറേ ഫാക്ടർ, ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, വന്നിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ മറ്റൊരു ചോദ്യം. ദെൻ ഇവാലുവേറ്റ് ഇൻ്റർവ്യൂയിങ് എസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഈസിയാണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിസ്ക്രൈബ് ദി പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് വൈൽ പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ്, ലാസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളൊരു ചോദ്യം. പിന്നെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12, ദി മീൻ ഓഫ് എ സർട്ടൻ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ടു ബി 50. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാര്യങ്ങളൊക്കെ തന്നു. കാൽക്കുലേറ്റ് ചെയ്യാൻ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമുക്ക് വാട്ട് ഇൻഫറൻസസ് ഷുഡ് മാനേജർ ടേക്കൺ ഫോർ ദി പ്രൊഡക്ഷൻ പ്രോസസ് ബേസ്ഡ് ഓൺ സാമ്പിൾ റിസൾട്ട്. പ്രോബ്ലം നമ്മൾ 2 പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പാർട്ട് ബിയിൽ, അതുപോലെ തന്നെ 2 വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഹൈപ്പോത്തസിസ്, നമുക്ക് എന്താണ് ടെസ്റ്റ് ദി ഹൈപ്പോത്തസിസ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചിട്ട്, അത് വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സർവേ തന്നിട്ടുണ്ട്. അങ്ങനെ പ്രോബ്ലം 2 വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തിയറിയിലോട്ട് പോകാൻ വളരെ കുറച്ച് കുട്ടികളെ ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം, പ്രോസസ് ഓഫ് ഡാറ്റ ഇംപ്ലൈസ് എഡിറ്റിംഗ്, ഞാൻ നോക്കാൻ പറഞ്ഞാണ്. ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ദി 4 ഓപ്പറേഷൻസ് പോയിന്റിംഗ് ഔട്ട് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച് സ്റ്റഡി. ഞാൻ കോഡിങ്, എഡിറ്റിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ബിയും കംഫർട്ടബിൾ ആണ്. അതിലും ഈസി പാർട്ട് സി ആണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ചോദ്യം എസ്സേയിൽ അത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്പർ 1, 15th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് പ്രോസസ്, എന്തായാലും നോക്കാൻ പറഞ്ഞാൽ. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ബൈ പോയിന്റിംഗ് ഔട്ട് ദി ഫീച്ചേഴ്സ്, അതും നോക്കാൻ പറഞ്ഞാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാൻ പറഞ്ഞ ഡിഫൈൻ റിസർച്ച് റിപ്പോർട്ട്, ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ദി ലേഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട് കവറിങ് ഓൾ റെലവൻറ്റ് പോയിന്റ്സ്. 3 ചോദ്യങ്ങളും പ്രതീക്ഷിച്ചതാണ്. ദെൻ നെക്സ്റ്റ് എസ്സേക്ക് ഒരു പ്രോബ്ലം ഇട്ടുണ്ട്. നമ്മൾ എന്താണ് സാധാരണ പ്രതീക്ഷിച്ച പോലെ തന്നെ അനോവയാണ് എസ്സേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് വല്ലാണ്ട് മാറിപ്പോയില്ല, നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെ വന്നു. കുട്ടികൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടാക്സിൻ്റെ ആ വിഷമം ഒന്ന് മാറി കിട്ടിയെന്നുള്ളതാണ്. ഇനി 2 എക്സാംസ് ആണ് വരുന്നത്. നാളത്തെ എക്സാം ഗ്യാപ്പില്ല, നാളെയാണ് എക്സാം. അപ്പോൾ നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാക്കിയുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.